ജനനം 1885 ഏപ്രിൽ 27. ജന്മസ്ഥലം പാട്യം കണ്ണൂർ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയത്. രാജാറാം മോഹൻ റോയ്. കാവി ഉപേക്ഷിച്ച് കതർവേഷം ധരിച്ച നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. കർഷകരുടെ മിത്രം, അഭിനവ കേരള ശില്പി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ കാഹളം, ശിവയോഗി വിലാസം എന്നീ മാസികകൾ എഴുതിയ നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ സംഘം എന്ന സംഘടനയുടെ മുഖപത്രം. അഭിനവ കേരളം. അഭിനവ കേരളം പുറത്തിറങ്ങിയ വർഷം. 1921. തത്വപ്രകാശിക എന്ന പേരിൽ സംസ്കൃത പഠനശാല കോഴിക്കോട് ആരംഭിച്ചത്. 1906. രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത്. 1911. വാഗ്ഭടാനന്ദൻ യജമാനൻ എന്ന മാസിക ആരംഭിച്ചത്. 1939. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആരംഭിച്ചത്. വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ പ്രീതിഭോജനം നടത്തിയ വർഷം. 1927. പ്രീതിഭോജനം സംഘടിപ്പിച്ചത് എവിടെ? കോഴിക്കോട്. അനുയായികൾ സ്നേഹപൂർവം വാഗ്ഭടാനന്ദനെ വിളിച്ചിരുന്ന പേര്? ബാലഗുരു. ഇളനീരാട്ടം എന്ന ക്ഷേത്ര ആചാരം തെറ്റാണെന്ന് വാദിച്ച നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. ഏത് സാമൂഹിക പരിഷ്കർത്താവ് നടത്തിയ വിഗ്രഹപ്രതിഷ്ഠയാണ് വാഗ്ഭടാനന്ദൻ എതിർത്തത്? ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ ആയി കരുതപ്പെടുന്ന പുസ്തകം? ആത്മവിദ്യ. വാഗ്ഭടാനന്ദനെക്കുറിച്ച് പരാമർശിക്കുന്ന സുകുമാർ അഴീക്കോടിന്റെ കൃതി? തത്വമസി. വാഗ്ഭടാനന്ദൻ ശക്തമായി എതിർത്ത സാമൂഹിക ദുരാചാരം? എട്ടേമട്ട്. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത്? 1914. വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം? ആലുവ അദ്വൈത ആശ്രമം. 1932 ആത്മവിദ്യാ മഹോത്സവം നടത്തിയത് എവിടെ? പുന്നപ്ര. വാഗ്ഭടാനന്ദൻ ആർഷ സന്യാസി ആയിരുന്നു, ആചാര സന്യാസി ആയിരുന്നില്ല എന്ന് പറഞ്ഞത്? സുകുമാർ അഴീക്കോട്. ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ? വാഗ്ഭടാനന്ദൻ.
ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന മേഖലയായിരുന്ന സ്ഥലം? മലബാർ. വി കെ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത്? 1939 ഒക്ടോബർ 29. പ്രധാന കൃതികൾ: ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, ഈശ്വരവിചാരം, മംഗളശ്ലോകങ്ങൾ, ശിവയോഗിവിലാസം, മനസചാപല്യം, ആധ്യാത്മയുദ്ധം, കൊട്ടിയൂർ ഉത്സവപ്പാട്ട്, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനവും.